Hi dears, welcome to Aadhishcreations. നമ്മൾ ഇന്നൊരു പെയിൻറ്റിംഗ് ട്യൂട്ടോറിയലാണ് കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോൻ്റെ പെയിൻറ്റിംഗ് ആണ് കാണിക്കുന്നത്, ചിറാക്കോട്ട ജ്വല്ലറി സെറ്റിൻ്റെ. അപ്പോൾ അതായത് ഈ ഒരു 3 കളറും അതുപോലെ തന്നെ ഗോൾഡൻ കളറിലെ ആക്രിലിക് കളേഴ്സുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു വാർണിഷ് വേണം. അപ്പോൾ പെയിൻറ്റിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഡ്രൈ ആയതിനു ശേഷമാണ് വാർണിഷ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യം ഈ ഒരു സാൻ പേപ്പർ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ക്ലേയുടെ ലോക്കറ്റില്ലേ സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. എഡ്ജസൊക്കെ ചിലപ്പം പൊങ്ങി നിൽക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ ഇതുപോലെ സാൻ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനിഷിങ് കിട്ടും നമുക്ക്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് എഡ്ജ് ഭാഗമൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ബ്ലാക്ക് കളർ ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്താ പറയുക, ഇടയ്ക്കൊന്നും ഗ്യാപ്പൊന്നും കാണാത്ത വിധത്തിൽ അതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം. നമുക്ക് കുറച്ച് ഡോട്ട്സൊക്കെ ഇതിനകത്ത് വന്നേക്കുന്നത് കൊണ്ട് നമുക്ക് അതിനകത്ത് ചിലപ്പോൾ എയർ ബബിൾസൊക്കെ കയറിയിട്ട് എന്താ പറയുക പെയിൻറ്റ് പിടിക്കാതിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ജ്വല്ലറി സെറ്റിലേക്ക് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും ഇതെങ്ങനെയാണ് ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാവും, ഡിസൈനൊക്കെ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ വീഡിയോ പോയി ഒന്ന് കണ്ടു നോക്ക്. ഇത് ഫുള്ളായിട്ടൊന്ന് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതുവരെ ഒന്ന് ഡ്രൈ ആവട്ടെ. ഇനി നമുക്ക് ഒരു ബീഡ് എടുത്തിട്ട് ഒരു ഗ്രീൻ കളറിലെ അക്രിലിക് കളേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഞാനൊരു 4 ഗ്രീൻ കളറിലെ ബീഡ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ 4 കളറിലെ തന്നെ പിന്നെ റെഡ് കളറിലെ ബീഡ്സും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ലോക്കറ്റിലേക്ക് നമുക്ക് ഈ ഒരു ഗോൾഡൻ കളറ് ഒന്ന് അപ്ലൈ ചെയ്തൊക്കെ നമ്മുടെ കയ്യിലേക്ക് തന്നെ കുറച്ച് എടുത്തിട്ട് അതായത് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു ആൻറ്റിക് ഗോൾഡ് കളറിലെ ജ്വല്ലറി സെറ്റ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡും അതിൻ്റെ സൈഡ് ഭാഗവും ഒക്കെ ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ലോക്കറ്റിൻ്റെ ഞാൻ യൂപ്പിന് ഫിക്സ് ചെയ്തിരിക്കുന്നത് 2 സൈഡിലേക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലോക്കറ്റൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് അതിന് സെൻറ്റർ ഭാഗത്ത് ഒരു ഡോട്ട്സ് ഉണ്ട്. ആ ഒരു ഡോട്ടുള്ള ഭാഗത്ത് റെഡ് കളർ കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ അതിനകത്തുള്ള ആ ഒരു ലൈൻസ് ഉള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഈ ഒരു റെഡ് കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എപ്പോഴായാലും നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം വേണം അടുത്ത കോട്ടൊക്കെ കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ചെറിയൊരു കോട്ട് നമ്മൾ കൊടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് ഡ്രൈ ആയതിനു ശേഷം ഞാൻ 2 പ്രാവശ്യം കൂടെ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതുപോലെ ആ ഒരു ഡോട്ട്സ് ഉള്ള ഭാഗത്തൊക്കെ നമുക്ക് റെഡ് കളറൊക്കെ ആണ് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഡ്രൈ ആയതിനു ശേഷം വേണം അടുത്ത കളർ കൊടുക്കാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ 2 കളറും കൂടെ മിക്സായിട്ട് പോകും. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ എടുക്കാവൂ കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ജ്വല്ലറി സെറ്റാണ് ഇത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. പെന്നിൻ്റെയൊക്കെ ക്യാപ്പും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഇതുപോലുള്ള ടൂൾസൊക്കെ ഉണ്ടോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഈ ടെറാക്കോട്ട ജ്വല്ലറി സെറ്റ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്ത് കാണുന്ന ആ ഒരു വി ഷേപ്പിൽ നമ്മൾ ചെയ്തിരിക്കുന്നതൊക്കെ നമുക്കൊന്ന് ഇടവിട്ട് ഗ്രീൻ കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഡ്രൈ ആയതിനു ശേഷം ഒരു കോട്ടും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോ ഭാഗവും വിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാൻ ഇത് ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ ആ റൗണ്ട്സ് ഉള്ള ഭാഗത്തൊക്കെ ഗ്രീൻ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ശേഷം വേണം അടുത്തത് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ജ്വല്ലറി സെറ്റ്. 2 സൈഡിലേക്കാണ് നമ്മുടെ ആ ഒരു ബീഡ്സ് മുകളിലേക്ക് പോയിട്ടുള്ളത്.
വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ജ്വല്ലറി സെറ്റാണിത്. നമുക്ക് സെറ്റ് സാരിയുടെ കൂടെയും അതുപോലെ ഡെയിലി വിയാസിൻ്റെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റാണ്, സിമ്പിളായിട്ടുള്ള സെറ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്